നീറ്റ് എക്സാം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിലേക്ക് കുറേ കോളുകൾ വന്നു. അത് JPCയിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, അതല്ലാതെ പുറത്തു നിന്നുള്ള മക്കളുമുണ്ട്. അങ്ങനെ പുറത്തു നിന്നുള്ള ഒരു കൂട്ടം കോളുകൾക്കിടയിൽ ഏറ്റവും വിഷമിപ്പിച്ചൊരു കോൾ ഉണ്ടായിരുന്നു. അതിലെ കുട്ടി പറഞ്ഞ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ 2024 എക്സാമിൽ 650 മാർക്ക്. അന്ന് 654 കട്ട് ഓഫ്. 650 മാർക്കിൽ ആ കുട്ടിക്ക് ആ എക്സാം നഷ്ടപ്പെട്ടു. ഫസ്റ്റ് റിപ്പീറ്റ് ആയിരുന്നു. രണ്ടാമത് കഴിഞ്ഞ വർഷം 2025 നീറ്റ്, അതിൽ 520 മാർക്ക്, 526 ആയിരുന്നു കട്ട് ഓഫ്. അങ്ങനെ ആ വർഷവും കയ്യിൽ നിന്ന് പോയി. അങ്ങനെ ഈ വർഷം നമ്മുടെ 2026 നീറ്റ് എക്സാം വന്നപ്പോൾ 660 സ്കോർ വാങ്ങിച്ചു. 660 സ്കോർ വാങ്ങിച്ചിട്ട് എല്ലാവരും ആഘോഷിച്ചു. അത് സത്യം പറഞ്ഞാൽ 3 വർഷത്തെ എഫേർട്ടാണ്, 3 വർഷത്തെ കഷ്ടപ്പാടുകൾ കിട്ടി വെക്കുമ്പോൾ ഭയങ്കര സന്തോഷമായി. പക്ഷേ അതൊക്കെ പറഞ്ഞ് തീർത്തപ്പോൾ ഞാൻ ചോദിച്ചു, മോളെ റീനീറ്റ് എന്തായി? പിന്നെ അങ്ങേ തലക്കിന്ന് ഭയങ്കര കരച്ചിലാണ് ഞാൻ കേൾക്കുന്നത്. പിന്നെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ റീനീറ്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ സാർ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഞാൻ അതിനാ വിളിച്ചത്. ഞാൻ പറഞ്ഞു എന്ത് പറ്റി മോളെ? അപ്പോൾ ഈ കുട്ടിക്ക് ഫിസിക്സ് ഭയങ്കര ഇഷ്ടമാണ് അത്ര. അപ്പോൾ ഫിസിക്സിൽ നിന്നാണ് തുടങ്ങിയത്. ഫിസിക്സിൽ നിന്ന് തുടങ്ങിയപ്പോൾ ആ ഒരു ഫിസിക്സിനോടുള്ള ഇഷ്ടം കാരണം കുറേ നേരം ഫിസിക്സ് ചെയ്തിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂറോളം ഫിസിക്സിൽ ഇരുന്നിട്ട് അപ്പോഴും 30-32 ക്വസ്റ്റ്യൻസ് ആണ് അത്ര എത്തിയത്. അത് കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആകെ ടെൻഷനായി. ആ ചെയ്തത് അത്രയും ശരിയായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ബയോയിലേക്ക് ഓടി, പിന്നെ കെമിസ്ട്രിയിലേക്ക് വരുമ്പോഴേക്ക് എല്ലാം കൂടെ ചെയ്തെത്താൻ പറ്റാത്ത അവസ്ഥയായി. എന്നിട്ടേ പിന്നെ കുറേ കരച്ചിലാണ്. അത് കഴിഞ്ഞിട്ട് പറയാണ്, സാർ എനിക്ക് ഇപ്രാവശ്യം എന്തായാലും കിട്ടൂല, ഞാൻ ആകെ വിഷമത്തിലാണുള്ളത്. സാറിന് അറിയാം എനിക്കൊരു ബാക്ക് സ്റ്റോറി ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു മോളിപ്പോൾ പറഞ്ഞു. ഞാൻ സാറ് എന്നെ 2 വർഷം കഴിഞ്ഞപ്പോൾ 3ാമത്തെ വർഷം നാട്ടിലെല്ലാവരോടും ഞാൻ പറഞ്ഞത് ഞാൻ കുസാറ്റിൽ എൻജിനീയറിങ്ങിന് പഠിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ഞാൻ എൻ്റെ എക്സാം പോലും എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ എഴുതിയിട്ടില്ല. എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും എൻ്റെ ഏറ്റവും അടുത്ത ആളുകൾക്ക് മാത്രമേ അറിയൂ ഞാൻ ഈ വർഷവും പഠിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ, അതായത് ഈ വർഷവും എൻട്രൻസിന് പഠിക്കുന്നത്. സാധാരണ മറ്റുള്ളവരൊക്കെ വിചാരിച്ചത് ഞാൻ എൻജിനീയറിങ് ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാട്ടിൽ പോലും ഞാൻ സെൻറ്റർ കൊടുത്തിട്ടില്ല. ഞാൻ അടുത്ത ജില്ലയിലാണ് സെൻറ്റർ കൊടുത്തത്. അവിടെ പോയിട്ട് ഞാൻ എക്സാം എഴുതിയത്. കാരണം എന്താണെന്നറിയോ, എൻ്റെ നാട്ടിൽ ആരെങ്കിലും ചിലപ്പോൾ എക്സാം സെൻറ്ററിൽ തന്നെ കണ്ടിട്ടുണ്ടെന്നാണെങ്കിൽ ഞാൻ ഈ എക്സാം എഴുതാൻ വന്നത് അറിയൂലേ. അതുകൊണ്ട് അത്ര പോലും ഞാൻ മാറിയിട്ടാണ് കൊടുത്തത്. അത് പറഞ്ഞ് പിന്നെ നല്ല കരച്ചിലാണ്. ആ കുട്ടി സ്കോർ ചെയ്തേക്കുന്നത് 530ഓളം മാർക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ജീവിതത്തിൽ അത്രയും കഷ്ടപ്പെട്ടിട്ട് 3 വർഷം ലൈഫിൽ പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാവരും ഇന്ന് മാറി നിന്നിട്ട് താൻ കുസാറ്റിൽ പഠിക്കുക എന്ന് പോലും മറ്റുള്ളവരോട് കളവ് പറഞ്ഞുകൊണ്ട്, എന്നിട്ടും ആ ആഗ്രഹം കൊണ്ട് ഇറങ്ങി തിരിച്ചിട്ട് അവസാനം ഈ ഒരു റീനീറ്റ് ഒറ്റൊന്ന് കാരണം തൻ്റെ ലൈഫിൽ താൻ നേടിയത് പോലും നഷ്ടപ്പെടുമ്പോൾ ആ കുട്ടീൻ്റെ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഭയങ്കര വിഷമം തോന്നും. ഇതുപോലുള്ള പല മക്കളും ഉണ്ടാവും നമുക്ക് ചുറ്റിലും. എനിക്ക് നിങ്ങളോടാ പറയാനുള്ളത്, വിഷമിക്കരുത്. നമുക്ക് എന്തെങ്കിലും നല്ലത് ദൈവം കണ്ടിട്ടുണ്ടാവും. പടച്ചവൻ എന്തായാലും നമുക്ക് വേണ്ടിയിട്ട് എന്തോ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളത് നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടാവും. മക്കളെ തളരരുത്. നമുക്ക് എന്താണോ ബെസ്റ്റ് അത് നമ്മളിലേക്ക് വന്നു ചേരട്ടെ. നിങ്ങൾ മനസ്സിന് സ്ട്രെങ്ത് കൊടുക്കുക. നിങ്ങളെ എടുത്ത എഫേർട്ടിനെ എവിടെ ഒന്നും ഇല്ലാണ്ടായി പോവില്ല. നാളെ എന്തൊക്കെയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പഠിച്ചോ പ്ലാൻ ചെയ്യുന്നുണ്ടാവും.